2024-25 വർഷത്തേക്കുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുള്ള റെഗുലർ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ മുന്നിലുള്ളത് വിദൂര വിദ്യാഭ്യാസം വഴി അതല്ലെങ്കിൽ ഓൺലൈൻ വിദ്യാഭ്യാസം വഴി കോളേജുകളിൽ പഠിക്കാനുള്ള അവസരമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ അതല്ലെങ്കിൽ ഈ അക്കാഡമിക് ഇയറിൽ നമുക്ക് കോളേജിൽ പോയി പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുണ്ടെങ്കിൽ, ഇനി അതല്ല വല്ല പ്രൊഫഷണൽ ജോലികളോ മറ്റു എൻഗേജ്മെൻ്റോ ഒക്കെ ഉള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അവസരമാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ അഥവാ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. 2024 സെപ്റ്റംബർ 30 അവസാനിക്കുന്ന കുറച്ച് ഓൺലൈൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. 2024 സെപ്റ്റംബർ 30 പ്രധാനപ്പെട്ട ചില യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ കാലാവധി അല്ലെങ്കിൽ അപേക്ഷയുടെ സമയം അവസാനിക്കും. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില സർവകലാശാലകളെ നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യയിൽ തന്നെ ടോപ്പ് 10 യൂണിവേഴ്സിറ്റികളിൽ ഇടം പിടിച്ച അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഓൺലൈൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുള്ള അവസാന സമയം സെപ്റ്റംബർ 30. എന്തൊക്കെയാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഡിസ്റ്റൻസ് വഴി അല്ലെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് ലഭ്യമാവുന്ന കോഴ്സുകൾ എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും UG കോഴ്സുകൾ അവിടെ ലഭ്യമാണ്, മാസ്റ്റേഴ്സ് കോഴ്സുകൾ അവിടെ ലഭ്യമാണ്, ഡിപ്ലോമ കോഴ്സുകളും അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാണ്. പ്രധാനപ്പെട്ട ചില കോഴ്സുകളെ നമുക്ക് നോക്കാം. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ BA ഇംഗ്ലീഷ്, BA എക്കണോമിക്സ്, BA ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഹിന്ദി, ഉറുദു, അതിനുശേഷം BCom പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള BCom അടക്കം അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ UG പ്രോഗ്രാമുകൾ ലഭ്യമാണ്. ഇനി മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. MA ഇംഗ്ലീഷ്, MA എക്കണോമിക്സ്, MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA ഹിന്ദി, MA ഉറുദു, അതുപോലെ തന്നെ MCom തുടങ്ങിയ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും വളരെ കുറഞ്ഞ ഫീസിലാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി അവരുടെ ഓൺലൈൻ പ്രോഗ്രാമുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാധീനതകൾ ഉള്ള ആളുകളാണെങ്കിലും വളരെ കുറഞ്ഞ ഇൻസ്റ്റാൾമെൻറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ കോഴ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയർ കൂടിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടേത്. അവരുടെ വെബ്സൈറ്റ് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം. ഇനി നമുക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയെ പരിചയപ്പെടാം. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഡൽഹിയിലുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവരും അവരുടെ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സെപ്റ്റംബർ 30 അവരുടെ അഡ്മിഷനും ക്ലോസ് ചെയ്യുന്നത്. അവരുടെ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അവർ UG പ്രോഗ്രാമുകളായിട്ട് BBA, BCom, അതുപോലെ തന്നെ BCA. പല കുട്ടികളും ചോദിക്കുന്നതാണ്, BCA നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടോ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള കുട്ടികൾക്കുള്ള ഒരു വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർക്ക് അവരുടെ BCA പ്രോഗ്രാം ചെയ്തു തീർക്കാം. BCA വിത്ത് ഡാറ്റ സയൻസ് കൂടിയാണ് അവർ കൊടുക്കുന്ന പ്രോഗ്രാം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അവരുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. MBA ഉണ്ട്, MCA ഉണ്ട്, അതുപോലെ തന്നെ MA പൊളിറ്റിക്കൽ സയൻസ്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള അവർ നൽകുന്ന ഒരു കോഴ്സാണ് MA ഇസ്ലാമിക് സ്റ്റഡീസ്. നമുക്കറിയാം, അധ്യാപന മേഖലയിലൊക്കെ താല്പര്യമുള്ള വിശിഷ്യ GCC കൺട്രീസിൽ, ഗൾഫ് കൺട്രീസിലൊക്കെ ധാരാളം ജോലി സാധ്യതയുള്ള സ്കൂളുകളിൽ അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് MA ഇസ്ലാമിക് സ്റ്റഡീസ്. അത് നിങ്ങൾക്ക് റെഗുലറായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം. അതിനുള്ള സംവിധാനം ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. അവരുടെയും വെബ്സൈറ്റ് ഞാൻ ഡിസ്പ്ലേയിൽ നൽകാം. അപ്പോൾ ശ്രദ്ധിക്കുക, അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 30. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയറാണ്. അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അവരുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. ഈ 2 യൂണിവേഴ്സിറ്റികളും സെമസ്റ്റർ ബേസ്ഡ് പ്രോഗ്രാമുകളാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഞാനൊക്കെ പലപ്പോഴും പല കുട്ടികൾ ചോദിക്കാറുണ്ട്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ പല കുട്ടികൾക്കും റെക്കമെൻഡ് ചെയ്തൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്കും അവരുടെ ഡിസ്റ്റൻസ് പ്രോഗ്രാം, ഇവിടെ ഓൺലൈൻ പ്രോഗ്രാം അല്ല, ഇവർ കൊടുക്കുന്നത് ഡിസ്റ്റൻസ് പ്രോഗ്രാമാണ്. ഡിസ്റ്റൻസ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം സെപ്റ്റംബർ 30 തന്നെയാണ്. അതിൻ്റെ അകത്ത് അവരുടെ പ്രോഗ്രാമുകളായിട്ടുള്ള BBA, BCom, BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്, BA സോഷ്യോളജി, BA ജേർണലിസം തുടങ്ങിയ UG പ്രോഗ്രാമുകളും മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളായിട്ടുള്ള
MCOM, MA ഹിന്ദി, MA സോഷ്യോളജി, MA ഇംഗ്ലീഷ് തുടങ്ങിയ പ്രോഗ്രാമുകളും അതോടൊപ്പം തന്നെ MCOM തുടങ്ങിയ പ്രോഗ്രാമുകളെല്ലാം മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ലഭ്യമാണ്. ഇനി അവിടെ എടുത്തു പറയേണ്ട ഒരു കോഴ്സാണ് MBA. ഏകദേശം 8 സ്പെഷ്യലൈസേഷനുകളിൽ MBA അവിടെ ലഭ്യമാണ് എന്നുള്ളത് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. MBA ചെയ്യാൻ പറ്റുന്ന, ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സുവർണാവസരമാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ്, അതുപോലെ ഫിനാൻസ്, ജനറൽ തുടങ്ങിയ 8ഓളം വെറൈറ്റി ഓഫ് സ്പെഷ്യലൈസേഷൻ MBA പ്രോഗ്രാമിൽ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ലഭ്യമാണ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. ഇവർ കൊടുക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് ജാമിയ ഹംദർദും ജാമിയ അലിഗഡൊക്കെ, അലിഗഡ് യൂണിവേഴ്സിറ്റി ഒക്കെ സെമസ്റ്റർ ബേസ്ഡ് ആണ് അവരുടെ എക്സാമുകളും അല്ലെങ്കിൽ അവരുടെ കോഴ്സൊക്കെ ഡിസൈൻ ചെയ്തതെങ്കിൽ ഇവരുടേത് 1 ഇയർ ബേസ്ഡ് ആണ് അവരുടെ പരീക്ഷകളും അവരുടെ അക്കാഡമിക് സിസ്റ്റവും എന്നുള്ളത് കൂടി പ്രത്യേകം മനസ്സിലാക്കുക. ഇനി മറ്റു 2 യൂണിവേഴ്സിറ്റികളെ കൂടി നമുക്ക് പരിചയപ്പെടാം. ഈ സെപ്റ്റംബർ 30 അവസാനിക്കുന്ന 2 യൂണിവേഴ്സിറ്റികളെ കൂടി നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അവരുടെ അഡ്മിഷൻ ഈ സെപ്റ്റംബർ 30 അവസാനിക്കും. വ്യത്യസ്തമായിട്ടുള്ള UG, മാസ്റ്റേഴ്സ്, ഡിപ്ലോമ, അഡ്വാൻസ് ഡിപ്ലോമ തുടങ്ങിയ നൂറുകണക്കിന് കോഴ്സുകൾ ഇഗ്നോയിൽ ലഭ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിലേക്ക് അപേക്ഷിക്കേണ്ട സമയം സെപ്റ്റംബർ 30. ഇനി മറ്റൊന്ന്, കേരളത്തിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, അവരുടെയും അഡ്മിഷൻ സെപ്റ്റംബർ 30 അവസാനിക്കുന്നു. അവരും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ അവർ കൊടുക്കുന്നുണ്ട്. UG പ്രോഗ്രാമുകളും മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളും അവർ കൊടുക്കുന്നുണ്ട്. ഓപ്പൺ യൂണിവേഴ്സിറ്റി, കേരള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹോണേഴ്സ് ഡിഗ്രി കൂടി അവാർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഏതെങ്കിലും കുട്ടികൾ ഹോണേഴ്സ് ഡിഗ്രി, ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഹോണേഴ്സ് ഡിഗ്രി ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സംവിധാനം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട്, അഥവാ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇനി ഒരൊറ്റ യൂണിവേഴ്സിറ്റി കൂടി നമുക്ക് പരിചയപ്പെടാം. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉള്ള വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി, മാനു എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി. ഇവിടേക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഇവിടെ ലഭ്യമാണ്. BA, BCom, BSc ലൈഫ് സയൻസ്, അതുപോലെ തന്നെ BSc ഫിസിക്കൽ സയൻസ്, അഥവാ BSc ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ ബയോളജി, ബോട്ടണി തുടങ്ങിയ പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ BSc ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി അടക്കമുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാം. പക്ഷേ മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉറുദു ഭാഷയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ നമ്മൾ എഴുതേണ്ട എക്സാമുകൾ എല്ലാം ഉറുദു ഭാഷയിലായിരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് ഉറുദു ഭാഷയിൽ പ്രാവീണ്യമുള്ളവർ മാത്രമേ മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാവൂ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പക്ഷേ ലാംഗ്വേജ് പ്രോഗ്രാമുകളായിട്ട് ഇപ്പോൾ അവിടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളായിട്ട് MA ഉറുദു, MA ഹിന്ദി, MA ഇംഗ്ലീഷ്, MA അറബിക് തുടങ്ങിയ പ്രോഗ്രാമുകളുണ്ട്. ഇത് അതാത് ഭാഷകളിൽ തന്നെ നമുക്ക് എഴുതാൻ കഴിയും. അതുപോലെ തന്നെ അവിടെയുള്ള മറ്റൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ് MA ഹിസ്റ്ററിയും MA ഇസ്ലാമിക് സ്റ്റഡീസും. ഈ 2 പരീക്ഷയും നമ്മൾ ഉറുദു ഭാഷയിൽ നമ്മൾ എഴുതേണ്ടി വരും. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് അവർ സപ്ലൈ ചെയ്യുന്നതും ഉറുദു ഭാഷയിൽ തന്നെ ഉള്ളതാണ് എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉറുദു ഭാഷയിൽ നിങ്ങൾ പ്രാവീണ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് ജോയിൻ ചെയ്യാൻ പറ്റും. അതിലുള്ള അവസരമാണ് മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി നൽകുന്നത്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്, എന്താണ് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഓൺലൈൻ എഡ്യൂക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽസ് അവർ സപ്ലൈ ചെയ്യും. അതനുസരിച്ച് നമ്മൾ പഠിക്കുന്നു. അവർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സാം എഴുതുന്നു. എങ്കിൽ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഒന്നും കൂടി ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഓൺലൈൻ ഡിഗ്രീസ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യത്യസ്തമായ ക്ലാസ്സുകൾ ഓൺലൈൻ വഴി ഓരോ ടോപ്പിക്കിൻ്റെയും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും ക്ലാസ്സുകളൊക്കെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സാധാരണ ഒരു കോളേജിൽ നടക്കുന്ന റെഗുലർ മോഡലിൽ കുട്ടി പഠിക്കുന്ന ആ ഒരു എഫക്റ്റീവ്നെസ് കിട്ടുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഓൺലൈൻ പ്രോഗ്രാം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെക്കാട്ടിയും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഓൺലൈൻ ഡിഗ്രികൾക്കാണ് അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾക്കാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി പലപ്പോഴും ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഈ ഓൺലൈൻ ഡിഗ്രി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മിനിസ്ട്രിയുടെ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ എംബസിയുടെ അറ്റസ്റ്റേഷൻ ഒക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു സംശയം വേണ്ട, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെയും അതുപോലെ തന്നെ വിവിധ എംബസികളുടെയും ഒക്കെ അറ്റസ്റ്റേഷൻ
നമുക്ക് ഈ ഓൺലൈൻ പ്രോഗ്രാമുകൾ ചെയ്ത കുട്ടികൾക്കും ലഭ്യമാണ്, അവരുടെ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കേരള PSC, SSC, UPSC, റെയിൽവേ തുടങ്ങിയ വ്യത്യസ്തമായ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ജോലികളിലേക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷകളും ഈ യോഗ്യത വെച്ച് ഓൺലൈൻ ഡിഗ്രി വെച്ചിട്ടും ഡിസ്റ്റൻസ് വെച്ചിട്ടും നമുക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ള കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു ഓൾ ഓഫ് യു.